നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. നിനക്കത് പറയാം. അവനിനി എങ്ങനെ ജീവിക്കാൻ പോകുന്ന ആലോചിച്ചിട്ടുണ്ടോ? അതൊക്കെ ജീവിച്ചോളൂ അണ്ണ. അതിനുള്ള കഴിവൊക്കെ ഭരത്തിനുണ്ട്. ഭരത് ഒരാണല്ലേ അണ്ണ. അവനെ അബിയുടെ അമ്മ എത്രമാത്രം കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്നറിയാമോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർക്ക് ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നുവെന്ന്. എന്തായാലും ഇനി ഇതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കും. അത്രയ്ക്ക് ദേഷ്യത്തിലാണ് ആന്റി അബിയും. അബിയുടെ ദേഷ്യമൊക്കെ അവന്റെ കുഞ്ഞിനെ കാണുമ്പോൾ എല്ലാം സമാനപ്പെടും. ഇതോടുകൂടി എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവണ്ണ. അണ്ണൻ പെങ്ങളെ വിളിച്ചു പറഞ്ഞോ? പറഞ്ഞടാ. അവളാണെ ഭയങ്കര സന്തോഷത്തില്. സത്യം പറഞ്ഞാ അവക്കൊരു പ്രശ്നമില്ലായിരുന്നെങ്കിൽ ഭരത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഈ കാശിന്റെ കാര്യത്തിലാണെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയാണ്. അതെണ്ണം പറഞ്ഞാൽ ശരിയാ. ഭാവന സിസ്റ്ററുടെ വില എന്താണെന്ന് ഇതുപോലുള്ള അവസരങ്ങളിൽ മാത്രമേ നമ്മൾ അറിയൂ. അണ്ണ അങ്ങോട്ട് ചെല്ല്. ഞാൻ ഈ ബില്ല് അടയ്ക്കാനുള്ള ഏർപ്പാട് എന്താണെന്ന് നോക്കിയിട്ട് വരാം. നീ ആരോടെ ചോദിക്കാൻ പോകുന്നത്? കിട്ടുമെന്ന് ഉറപ്പുള്ള ആരോടെങ്കിലും ചോദിക്കാം. ഞാനിപ്പോ വരാം. അണ്ണൻ ചെല്ല്. മതിയോ അമ്മേ? മതി മോളെ. അമ്മ കിടക്കുന്നെങ്കിൽ കുറച്ചു നേരം റൂമിൽ കിടക്ക്. സാരമില്ല, മനസ്സിൽ വിഷമം കൊണ്ടുള്ള തളർച്ചയാ. വെറുതെ ഓരോന്ന് ആലോചിച്ചിരുന്നിട്ടാ അമ്മേ. എന്താ ഒന്നുമില്ലടാ, എനിക്കൊരു തളർച്ച പോലെ വന്നു. ഇച്ചിരി വെള്ളം കുടിച്ച് പതങ്ങ് മാറിനേ. BP എന്തെങ്കിലും കൂടിയാണെങ്കിലോ? നമുക്ക് ഡോക്ടറെ ഒന്ന് കണ്ടാലോ? വേണ്ട മോനെ, അതിന്റെ ഒന്നും ആവശ്യമില്ല. നീ ബില്ലടച്ചായിരുന്നോ? ഇല്ലമ്മേ, രമേശൻ വന്നിരുന്നു. അവൻ ബില്ലും വാങ്ങിച്ചു പോയിട്ടുണ്ട്. അവന്റെ കയ്യിൽ എവിടെ നടാ കാശ്? പ്രതീക്ഷിക്കാവുന്ന ആവശ്യമല്ലമ്മേ. അവനറിയാം ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങി അടച്ചോളും. നാളെ ഞാൻ തിരികെ കൊടുത്തോളാം. ഇതുകൊണ്ടൊക്കെയാ ഞാൻ പറയാറുള്ളത്, എവിടെയെങ്കിലുമൊക്കെ ഒരല്പം കാശ് കാണണമെന്ന്. എപ്പോഴാ ആവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ കാര്യം ദൈവത്തിന് അറിയാമേ. സമയമാകുമ്പോൾ എല്ലാം കൃത്യമായിട്ട് നടക്കും. അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. വന്ന ആ വെപ്രാളവും തളർച്ചയൊക്കെ അങ്ങ് മാറി. രമേശൻ ഇതാ സേതുവണ്ണ രസീറ്റ്. കാശടച്ചു. കാശ് എവിടെ നിന്നാ മറിച്ച്? വേറെ എവിടെ നിന്ന്? സൂര്യണ്ണന്റെ കയ്യിൽ നിന്ന് മറിച്ചു. എന്താ സേതുവണ്ണ, വാങ്ങണ്ടായിരുന്നു? വേണ്ടായിരുന്നു രമേശ. അമ്മേ, മറ്റാരുടെ കയ്യിൽ നിന്നും വാങ്ങുന്നതിനേക്കാൾ അന്തസ്സാ സൂര്യണ്ണന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്. എന്നാലത് വേണ്ടായിരുന്നു രമേശ. എന്നാ പിന്നെ എനിക്ക് ചോദിച്ചുകൂടായിരുന്നു. അണ്ണൻ ചോദിച്ചാലേ ക്ഷീണമുള്ളൂ. ഇതാവുമ്പോ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. സൂര്യണ്ണൻ എന്നോട് പ്രത്യേക ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലെ എന്തെങ്കിലും ആവശ്യം ആർക്കെങ്കിലും ഉണ്ടായാൽ സൂര്യണ്ണനെ അറിയിക്കണമെന്ന്. പെങ്ങള് ഹോസ്പിറ്റലിൽ കിടന്ന സമയത്താ എന്നോട് ഇങ്ങനെ പറഞ്ഞത്. എന്നാലും സൂര്യ എന്ത് വിചാരിച്ചിട്ടുണ്ടാവും? ഇതാണ് അണ്ണന്റെ കുഴപ്പം. ഇപ്പോഴും അണ്ണൻ സൂര്യണ്ണനെ മനസ്സിലാക്കിയിട്ടില്ലേ? അണ്ണൻ വലിയച്ഛന്റെ കയ്യിൽ നിന്നല്ലേ കാശ് വാങ്ങിക്കാൻ പോയത്. അതിനേക്കാളും അന്തസ് ഇത് തന്നെയാ. അത് ശരി, മാമിന്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കാൻ പോയതാ അല്ലേ? പോയില്ല മായിട്ടെത്തി. അപ്പോഴേക്കും ഞാൻ തടഞ്ഞു. നന്നായി രമേശ. സേതുവേട്ടന് എത്ര കിട്ടിയാലും മതിയാവത്തില്ല. ഒരു കണക്കിന് ഏട്ടന്റെ കയ്യിൽ നിന്ന് വാങ്ങാത്തത് നന്നായി ചെയ്തു. ഞാൻ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്ക് കാശ് അയച്ചു തന്നു. ഞാൻ ബില്ലടയ്ക്കുകയും ചെയ്തു. നന്നായി രമേശ. ബാക്കി കാശ് ഞാൻ അണ്ണനെ അയച്ചിട്ടുണ്ട്. ഇനി ആവശ്യങ്ങളുള്ളതല്ലേ. സൂര്യയുടെ രമേശൻ കാര്യങ്ങളൊക്കെ പറഞ്ഞോ? പറഞ്ഞു മായിട്ടെത്തി. ഭാമ പ്രസവിച്ചതും ഭരത്തും അരുന്ധതിയും പോയ കാര്യവും പറഞ്ഞു. ഭരത്തിന്റെ കാര്യം ഞാൻ വിളിച്ചു പറയായിരുന്നു. ഇവിടുത്തെ ടെൻഷൻ ഞാൻ വിട്ടുപോയത്. സൂര്യണ്ണൻ നേരത്തെ പ്രതീക്ഷയാണെന്ന് പറഞ്ഞു. അവരെവിടെ ഉണ്ടെന്ന് കണ്ടെത്തണമെന്നും പറഞ്ഞു. ഒരു കണക്കിന് സൂര്യ അത് അറിഞ്ഞത് നന്നായി. എന്നാ പിന്നെ ഞാൻ ചെല്ലട്ടെ അണ്ണ. എന്തെങ്കിലും വർക്കൊപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ. ശരി, വരട്ടെ അമ്മേ. ശരി മായിട്ടെത്തി. ഓ, ഇവനുള്ള എനിക്കൊരു ബലം. ചെറിയ വർക്ക് വന്നാലും വിടത്തില്ല. അങ്ങനെ വേണം മക്കളെ. ഒന്നുമില്ലെങ്കിലും കാര്യങ്ങളൊക്കെ നടന്നു പോവുമല്ലോ. ഭാനു, ഒന്നുകൂടി ഭരത്തിനെ ഒന്ന് വിളിച്ചു നോക്ക്. ഇപ്പോഴും വിളിച്ച ചേച്ചി മനഃപൂർവ്വം സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുക. ഭാവന, ഏട്ടാ ഹോസ്പിറ്റലിൽ പോയിരുന്നോ? ഇല്ല ഭാനു, കാര്യങ്ങളൊക്കെ അറിഞ്ഞു.
സൂര്യ എന്തിനാ ഹോസ്പിറ്റലിലെ കാശടച്ചത്? ഇത്ര പെട്ടെന്ന് ഇവിടെ അറിഞ്ഞോ? അതെന്താ സൂര്യ, ഞങ്ങൾ അറിയാതിരിക്കോ? ഞാൻ അതിന് വേറൊന്നും ചെയ്തില്ലല്ലോ. കാശ് അടയ്ക്കേണ്ടി വന്നാ അടയ്ക്കാതിരിക്കാൻ പറ്റുമോ? തനിക്കിത് എന്ത് പറ്റി? താനിതൊക്കെ എന്തിനാ നെഗറ്റീവായിട്ട് എടുക്കുന്നേ? ഞാൻ നെഗറ്റീവായിട്ടൊന്നും എടുത്തതല്ല സൂര്യ. സൂര്യയോട് രമേശ് ചേട്ടൻ കാശ് ചോദിക്കാൻ പാടില്ലായിരുന്നു. അപ്പൊ പിന്നെ ആരോട് ചോദിക്കണമായിരുന്നു? തന്റെ വല്യച്ഛനോടോ? സേതുവേട്ടൻ തന്റെ വല്യച്ഛനോട് കാശ് ചോദിക്കാൻ പോയപ്പോ രമേശ് ചേട്ടനാ തടഞ്ഞതും എന്നോട് വിവരം പറഞ്ഞതും. അപ്പൊ പിന്നെ തന്റെ വല്യച്ഛന്റെ അത്ര വില പോലും തന്നെ താലികെട്ടി എനിക്കില്ലേ? സൂര്യ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞതല്ല. പിന്നെ എങ്ങനെ ഉദ്ദേശിച്ചാ പറഞ്ഞത്? അതുകൂടെ പറ. ഞാൻ പറഞ്ഞത് ഇങ്ങ് തിരിച്ചെടുത്തു പോരെ? ആദ്യമേ പറയാതിരുന്നാ പോരായിരുന്നോ? നിങ്ങൾ സംസാരിക്കും, ഞാനിപ്പോ വരാം. പോയിട്ട്. അതെ, ഭാനുവിന് ബുദ്ധിയുണ്ട്. തനിക്ക് എന്താടോ പറ്റിയത്? എന്തുണ്ടെങ്കിലും എന്നോട് പറ. ദേ നോക്ക്, തന്റെ മനസ്സിപ്പോ ഇവിടെ അല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഭരത്തിനെ അരുന്നതേയും കുറിച്ചല്ലേ താനിപ്പോ ചിന്തിക്കുന്നത്? അതെ സൂര്യ, അവൻ എന്തിനാ ഇങ്ങനെ ഒരു അവിവേകം കാണിച്ചെന്നോ? ഇതവരുടെ തലവിധിയാണെന്ന് വിചാരിക്കാം. ഒരു കണക്കിന് അംബാലിക മഹാറാണിക്ക് ഇത്രയും അത്യാവശ്യം തന്നെയാണ്. അത്രമാത്രം അവരവരെ ദ്രോഹിച്ചിട്ടുണ്ട്. എന്നാലും നാട്ടുകാരൊക്കെ അറിഞ്ഞ നാണക്കേടല്ലേ സൂര്യ? ഓർക്കുമ്പോ തന്നെ എനിക്ക് പേടിയാവാ. എന്നാ പിന്നെ ഓർക്കാതിരുന്ന പോരെ? അവരിപ്പോ എവിടെയാണെന്ന് ഒരു പിടിയില്ല സൂര്യ. ഒന്നാമതേ ഭരത്തിന്റെ സമയം നല്ലതല്ല. ആര് പറഞ്ഞു അവന്റെ സമയം നല്ലതല്ലെന്ന്? അവന്റെ സമയം ഇപ്പൊ വളരെ നല്ലതാ. സമയം നല്ലതല്ലാത്തത് ആ അംബാലികയുടെ. ആ അനിരുദ്ധനും അംബാലികയും കൂടി ചെയ്തു കൂട്ടിയതിനുള്ള ശിക്ഷയാണ് സ്വന്തം മകള് തന്നെ ഇപ്പൊ കൊടുത്തത്. അപ്പൊ സൂര്യ അവരെ ന്യായീകരിക്കുകയാണോ? ന്യായീകരിച്ചതല്ല, ഒരു സത്യം പറഞ്ഞതാ. അത്രമാത്രം ദ്രോഹങ്ങളല്ലേ തന്നോട് ഈ കുടുംബത്തോടും അവര് ചെയ്തിട്ടുള്ളത്. ഇവിടിപ്പോ ഭരത്തും തെറ്റുകാരനല്ലേ? അവനോട് ഞാൻ എത്ര വട്ടം പറഞ്ഞതാണെന്നറിയാമോ എടുത്തു ചാടി ഒന്നും ചെയ്യരുതെന്ന്? കല്യാണ കുറിവരെ അടിച്ച് കല്യാണം ക്ഷണിച്ചു തുടങ്ങിയോണ്ടല്ലേ അവർക്ക് ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ടി വന്നത്. അതെന്താ താൻ മനസ്സിലാക്കാത്തത്? എന്തായാലും ഭാമയ്ക്കും ആബിക്കും സംഭവിച്ചതുപോലെ അവര് പേരുദോഷമൊന്നും ഉണ്ടാക്കി വെച്ചില്ലല്ലോ. അതല്ലേ നമ്മൾ നോക്കേണ്ടത്. ഞാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല, ഉള്ള കാര്യം പറഞ്ഞത്. ഇനി ഞാനറിഞ്ഞ ഒരു കാര്യം കൂടി തന്നോട് പറയാം. തൽക്കാലം മറ്റാരോടും പറയണ്ട. എന്താ? നമ്മൾ ചെയ്ത പോലെ തന്നെ, സോറി, ഞാൻ ചെയ്ത പോലെ തന്നെ അവരും ചെയ്തു. അമ്പലത്തിൽ പോയി പരസ്പരം മാലയിട്ട് നമ്മുടെ ഭരത് അരുന്ധതിയെ താലിയും കെട്ടി. അല്ല, സൂര്യ എങ്ങനെ അറിഞ്ഞേ? ഒരല്പം മുമ്പ് ഓഫീസിലെ ക്ലർക്ക് എന്നോട് പറഞ്ഞത്. ഉടനെ തന്നെ ഞാൻ ഭരത്തിനെ വിളിച്ചു നോക്കി, പക്ഷെ ഫോൺ സ്വിച്ച് ഓഫാ. ഇതുകൂടി ഒന്ന് നേരിട്ട് പറയാനാണ് ഞാൻ വന്നത്. ഇന്നത്തെ തലമുറ ഈ ഫാസ്റ്റ് ഫുഡ് പോലെ തന്നെ വളരെ ഫാസ്റ്റാ. അവരെന്താ ചെയ്യാൻ പോകുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല. ഈശ്വര, അമ്മ ഇതറിയുമ്പോ എന്തായിരിക്കും അവസ്ഥ? ഒരവസ്ഥയും ഇല്ല. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. എന്തായാലും അംബാലികയുടെ ഭാഗത്ത് നിന്നൊരു കലാശക്കൊട്ട് പ്രതീക്ഷിക്കാം. അവരെ കൊണ്ട് അതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ വിവരം സേതുവേട്ടനെങ്കിലും ഒന്ന് അറിയിക്കണ്ടേ? ഇപ്പൊ വേണ്ട ഭാവന. സേതുവേട്ടൻ അറിഞ്ഞാ പിന്നെ മായേച്ചി അറിയും. അപ്പൊ തന്നെ ആന്റിയും അറിയും. അതിനേക്കാളും നല്ലത് അവരെങ്കിലും അല്പം മനസമാധാനത്തോടെ അവിടെ ഇരിക്കട്ടെ. എന്നാലും സൂര്യ, അവരിപ്പോ എവിടെയായിരിക്കും ഉണ്ടാവുക? അവർക്കൊപ്പം ഭരത്തിന്റെ ഏതോ ഒരു സുഹൃത്തും ഉണ്ടെന്ന ക്ലർക്ക് എന്നോട് പറഞ്ഞത്. ഞാനൊന്ന് ട്രാക്ക് ചെയ്യുന്നുണ്ട്, നോക്കട്ടെ. എങ്ങനെയെങ്കിലും അവരെ കണ്ടുപിടിക്കണം. എനിക്കാകെ ടെൻഷൻ ആവുക. ആ അനിരുദ്ധനെ വിശ്വസിക്കാൻ പറ്റില്ല. ഭരത്തിനെ അയാൾ അപകടപ്പെടുത്താനാ കൂടുതലും ചാൻസ്. ഒന്നും സംഭവിക്കില്ല. താൻ ധൈര്യമായിട്ടിരിക്കുക. ഞാനല്ലേ പറയുന്നത്.